നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി. ഞാനൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ഈ കേരളത്തിലുള്ള കുറെ വൃത്തികെട്ട ജനങ്ങളോട് കാര്യം പറഞ്ഞ ഞാൻ ഇവരോടല്ല നിങ്ങളോടാ ചോദിച്ചത്. പക്ഷെ ഇവരന്ന് തെറ്റിദ്ധരിച്ചു. വേസ്റ്റ് 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 ഒന്ന് ഷോക്കായി ഷോക്കോ വേസ്റ്റ് 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 ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എന്റെ ഉള്ള മഹത്വം നശിച്ചു പോകുകയാണ്. ഡോക്ടറെ കാണിച്ചില്ലേ? അതിനേക്കാൾ എത്രയോ നല്ലതാണ് 10 പൈസ എനിക്ക് കിട്ടുന്നവരോട് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഒരു കോണ്ടം വാങ്ങിത്തരുക. വൃത്തികെട്ടവൻ ശവം. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. ഈ മൈരിനെ എടുത്ത് കളയട്ടെ. എടാ, ഒരു കോണ്ടം പോലും വാങ്ങിക്കാനുള്ള കാശില്ലാത്ത മൈരെ ആ സാമാനം അങ്ങ് കണ്ടിച്ചു കളാ. ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഒരു കോണ്ടം വാങ്ങിക്കാൻ ഞാൻ അവന് കാശ് കൊടുക്കാം. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. നീ അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? അതെ, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സാധനമുണ്ട്. അല്ല, ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാ മതി. ഒരു പിടിയൊക്കെ വെക്കണ്ടേ? അതെല്ലാം പോട്ടെ, നിന്റെ എന്തോ പുഴുത്തങ്ങാണ്ട് കിടക്കുവാന്നോ കോണ്ടം വാങ്ങിച്ചിടാൻ? നീ എന്താ ഈ കാര്യം അറിയാത്ത പോലെ സംസാരിക്കണേ? എന്റെ പൊന്നു പെൺപിള്ളാരെ, ഈ കോണ്ടം കൊണ്ട് ഏതാണുങ്ങൾ വരുന്നോ അവരെ നമ്മൾ മൈൻഡ് പുള്ളി ചെയ്ത് കളഞ്ഞേക്കണം. എനിക്കിതെന്തിന്റെ കേടായിരുന്നു. ആര് പറഞ്ഞ ഞങ്ങളൊക്കെ ഇല്ലേ സഹിക്കാൻ? സവിത ഓട് മോളെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്റെ മാതാവേ, എന്നെ അവളൊരൊറ്റ ആട്ട് 4 കൂട്ടി കനത്തിലൊരു മൊഴി കൂടെ പറഞ്ഞിട്ട് ആട്ടിയത്. നീ അവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ ഓ വിളിച്ചോ, വരണേട്ടാ. പിന്നെ തന്തേലാഴിയല്ലേ അവിടെ എഴുതി വെച്ചത്. എനിക്കിതൊന്നും സഹിക്കാൻ മേലെ. നോമ്പിത്തരം വന്നിരുന്ന് അവിടെ വന്ന് എഴുതരുത്. നമ്മുടെ ആശ്രമത്തിന് വേണ്ടെന്ന് ആരാന്ന് വെച്ചാൽ ഇതുപോലെ കഴപ്പ് മൂത്ത പെണ്ണുങ്ങളെ ആണുങ്ങളെയാണ്. ഞാൻ അവർക്കോളം മറും ഞാൻ കൊടുത്തോളാം. എങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ചുറ്റുകാരങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം നോക്കി കണ്ടു ഇങ്ങനെ വരിക. ആ കാര്യം ഞാനേറ്റി. അവരുടെ എല്ലാ സൂക്കേടും തീരട്ടെ. മയിലേക്ക് എന്തോ ചെയ്യാൻ എടുത്തങ്ങ് കളയട്ടെ. നീ എന്നെ കൈവിടരുത്. വിട്ടാ ഞാനിവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെ തന്തലാഴി എഴുതി. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. ആ തന്തലാഴി കാണാനായിട്ടും വായിക്കാനായിട്ടും കുറെ മയിലുകൾ വരും. ഇതൊക്കെ ഒരു സുഖമല്ലേ ദാക്ഷായണി? നാഗയുടെ ലിസ്റ്റിലേക്ക് കയറാൻ പറ്റിയവർ ഭാഗ്യവാന്മാർ. ബിജോയ് ജോസ് എന്ന് പറയുന്ന മയിലെ നീ കേറുന്നെങ്കിൽ കേറിപ്പോ. അത് കേട്ടാ മതി. എവിടെ കിടന്ന് ഏതോ കോന്തനെങ്ങാണ്ട് ആ സൗന്ദര്യവും ഇല്ല, അതിനല്ലേ മേക്കപ്പ്. മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലടാ. അഴകും ഇല്ല, കാണാനും കൊള്ളത്തില്ല. കമന്റ് എഴുതി വെച്ചിട്ട് എന്റെ കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. എന്തിനു മറുപടി വരുന്നത്? താൻ എന്റെ ആരെങ്കിലും ആണോ? ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. നിങ്ങളുടെ സഹോദരന് ഒരിക്കലുമല്ല. താൻ എന്റെ സഹോദരൻ പോമായിരേ. എന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പി. കാര്യം മൂഞ്ചിൽ തുപ്പിട്ടാ ഞാൻ அப்படியே ഷോക്ക് ആയിട്ടേ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. This program is sponsored by